രാവിലെ തന്നെ അരി അങ്ങടപ്പത്തിട്ട് കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു. വിറകടുപ്പിലായതുകൊണ്ട് തന്നെ കത്തി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും കത്തി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടോടുകൂടി അങ്ങനെ നെരിഞ്ഞോളൂ കേട്ടോ. പിന്നെ അരിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരി തിളച്ച് വേവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. അരച്ച് വെച്ച മാവിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ദോശ ഉണ്ടാക്കാമെന്ന് കരുതുവാണ് കേട്ടോ. സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ ദോശയും സാമ്പാറുമാണ്. ദോശയൊക്കെ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുത്ത് അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചുട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഒരാൾ വന്ന് പറഞ്ഞത്, അമ്മേ എനിക്ക് കുഞ്ഞു കുഞ്ഞു ദോശ മതിയെന്ന്. ഇവിടുത്തെ ഒരു ഐറ്റമാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ദോശ. ഒരാൾ ആവശ്യപ്പെട്ടപ്പോഴേ എനിക്കറിയായിരുന്നു അടുത്ത ആൾ തൊട്ട് പിറകെ ഇതേ ആവശ്യമായിട്ട് എത്തുന്നു. അങ്ങനെ 2 പേർക്കുള്ള കുഞ്ഞു കുഞ്ഞു ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ദോശ ചുടുന്നതിലുണ്ട് കേട്ടോ. ഇത് ഒരാൾക്ക് കരിയാൻ പാടില്ല, ഒരാൾക്ക് നല്ല കരിഞ്ഞ് മൊരിഞ്ഞിരിക്കണം. അങ്ങനെ ഒരുവിധം 2 പേർക്കുള്ള കുഞ്ഞു കുഞ്ഞു ദോശകളൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുക, അമ്മ തുണി വിരിച്ചിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് കഴുകി വെച്ച തുണിയും കൊണ്ട് ടെറസിൻ്റെ മണ്ടയിലേക്ക് പോയി. എൻ്റെ അമ്മോ എന്തൊരു ചൂടാ, 10 മണിക്കും തുണിയൊക്കെ വിരിച്ചിട്ട് വന്ന് ചായയും ദോശയും ഞാനും കഴിച്ചു.